വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസികൾ. ഞാനിപ്പം തമ്പി ആന്റണി സാറിന്റെ കൂടെയാണുള്ളത്. റൈറ്ററാണ്, ആക്ടറാണ്, ആക്ടിവിസ്റ്റാണ്. അതോടൊപ്പം പ്രമുഖ സിനിമാ നടൻ ബാബു ആന്റണി സാറിന്റെ ചേട്ടനും കൂടെയാണ്. അപ്പം അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ മേഖലകളെ കുറിച്ചും ഒക്കെ ഒന്ന് ചോദിച്ചറിയാം. ഒന്ന് പറയാമോ അതിനെ കുറിച്ചൊക്കെ? അല്ല, ഞാൻ സിനിമയിൽ വന്നിട്ട് കുറെ നാളായി. ബാബുവായിട്ട് അറേബ്യ എന്ന സിനിമയിൽ ആദ്യം അത് കഴിഞ്ഞ് പിന്നെ സിനിമയായിട്ട് അന്ന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം രാജീവഞ്ചിൽ അമേരിക്ക വന്നപ്പോഴാണ് ബിയോണ്ട് ദ സോൾ എന്നൊരു സിനിമ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നി. ആ ഒരു ആചാര്യയായിട്ടൊരു പറ്റിയ ഒരാളെ കിട്ടിയതുകൊണ്ട് പുള്ളിക്കാരൻ അത് വെച്ചിട്ട് ഉള്ള മനസ്സിലുണ്ടായിരുന്നതാണ്. ഓബിയുഷ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി. അത് ഇംഗ്ലീഷാണ്. ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി. ഒരു അമേരിക്കൻ ഡോക്ടർ ഒരു അയാളുടെ രോഗിക്ക് അസുഖമായിട്ട് ഇൻക്യൂറബിൾ ഡിസീസായിരുന്നു. അപ്പോൾ അതിന് ഇൻ്റർനെറ്റിൽ നോക്കിയപ്പോൾ ഈ ആചാര്യയുടെ വേറൊരു ചികിത്സയില്ല, ഇതാണ് ലാസ്റ്റ് റിസോർട്ട്. അപ്പോൾ അങ്ങനെ പുള്ളി ഇവിടെ വന്നിട്ട് വരികയും പിന്നെ ഈ ആചാര്യയായിട്ട് സംസാരിക്കുമ്പോൾ ഇത് പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ്. പൂർവ്വജന്മകൃതം വ്യാധി രൂപേണ ജായതി എന്ന് അഷ്ടാംഗൃതി എഴുതിയിട്ടുണ്ടല്ലോ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് എടുത്തത്. അവാർഡ് കിട്ടുകയും ചെയ്തു. അതിനാണ് ഹോണലൂലു ഫിലിം ഫെസ്റ്റിവലിൽ ഇന്റർനാഷണൽ ബെസ്റ്റ് ആക്ടർ കിട്ടിയത്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മലയാളിക്കല്ല, ഒരു ഇന്ത്യൻ ആക്ടറിന് അത് കഴിഞ്ഞ് പലർക്കും കിട്ടിയിട്ടുണ്ട്. നെടുരുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. അന്ന് 2005 എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നു. അതൊക്കെ അവാർഡ് ഭാഗ്യമല്ലേ. ആ പടം സെലക്ട് ചെയ്യണം. അതിപ്പോൾ എത്രയോ നല്ല പടം ഇവരൊക്കെ നെടുരുകൊണ്ടൊക്കെ അഭിനയിച്ചില്ല. സ്റ്റേറ്റ് അവാർഡ് പോലും കിട്ടിയിട്ടില്ല. അതിപ്പോഴും ഞാനൊരു ഭാഗ്യമെന്ന് പറഞ്ഞു. അങ്ങ് ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ബുക്കുകളെ കുറിച്ച് ഇപ്പോൾ റീസെന്റ് എഴുതിയ ബുക്കിനെ കുറിച്ച് ഇപ്പോൾ ഒന്ന് നമ്മളിപ്പോൾ ബഷീർ ചരമദിനത്തിൽ ഇന്നൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഇനി എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്കുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഇപ്പം റിലീസ് ചെയ്ത ഏകാന്തതയുടെ നിമിഷങ്ങൾ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. പിന്നെ 2 പുതിയ ബുക്കുള്ളത് ഗ്രീൻ ബുക്സിലാണ്. ഡോഗ് വാക്കർ, മരക്കിഴം ഡോഗ് വാക്കറാണ് ഏറ്റവും പുതിയത്. ഇനി മൊത്തം 4 കഥാസംഹാരമുണ്ട്, 3 നോവലുണ്ട്. ഒരു നോവൽ പപ്പാത്തി, ഒരു നോവൽ മാതൃഭൂമി, ഒരു നോവൽ DC ബുക്സ്. DC 2 കഥാസംഹാരം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞാനൊരു 10-15 ബുക്കുകൾ. അതിനുമുമ്പ് ഞാൻ കവിതകൾ എഴുതുമായിരുന്നു. അതാ ഈ ബുക്ക്. കവിതകൾ അവിടെ ഇവിടെയൊക്കെ പബ്ലിഷ് ചെയ്യുമായിരുന്നു. പക്ഷെ അന്ന് ഇതിനെപ്പറ്റി ഒന്നും ഒരു എഴുത്തുകാരനാകണമെന്നല്ല, കവിത ആർക്കും എഴുതാവുന്നൊരു മേഖല എന്നുള്ള ഒരു ഫീലിംഗ് അങ്ങ് എഴുതിയെന്ന് മാത്രം. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ മാഗസിൻ എഡിറ്ററൊക്കെ ആകുമ്പോഴേ കവിത അങ്ങനെ എഴുതി. പിന്നീട് കഥകളിലേക്ക് വന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. കാരണം ഇപ്പം ബഷീറിൻ്റെ തന്നെ അനുഭവങ്ങളാണല്ലോ പിന്നെ കഥകൾ. അതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഐഡിയ കിട്ടി, ഇങ്ങനെയും കഥ എഴുതാം. ഇവിടെ അനുഭവങ്ങൾ എഴുതിയിട്ട് അതിന് വിഷ്വൽസ് കൊടുത്ത് കുറെ കഥാപാത്രത്തെ കഥയാകാം. ആ ഒരു ഐഡിയ കിട്ടിയപ്പോൾ ഒരു കഴിഞ്ഞ 10 വർഷം കൊണ്ട് 50 ചെറുകഥകൾ എഴുതി. മാതൃഭൂമി ഉൾപ്പെടെ എല്ലാ വീക്കിലും കഥ വരാൻ തുടങ്ങി. പിന്നെ നോവൽ 3 നോവല്. ഇത്രയല്ല ഈ 10 വർഷം കൊണ്ട് സാധിച്ചത്. ഇപ്പൊ 3 കഥകൾ ഇപ്പം സെലക്ട് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി. 2 ഞാനാ തിരക്ക് ചെയ്യുന്നു. ഒരെണ്ണം അവർ തന്നെ എഴുതുക. അങ്ങനെ ഊരുതണ്ടി എന്ന് പറഞ്ഞൊരു കഥ. അതപ്പം വിമൽ സി മറ്റും ഒരാൾ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ ആൾക്കാർ എൻ്റെ കഥകൾ ശ്രദ്ധിച്ച് വരുന്നു. കാരണം ഞാൻ വളരെ ലേറ്റ് ആയിട്ടില്ല. ഇപ്പം അഭിനയിക്കുന്ന തമിഴാണ്, മുരടൻ എന്ന് പറയും. തെങ്കാശിയിലാണ് ഷൂട്ടിങ്. അപ്പം ഇനി ഒരാഴ്ചയുടെ ഷൂട്ടിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് USA പോകും. അങ്ങനെ അഭിനയിക്കണമെന്ന് അങ്ങനെ ഇതല്ല, ആരും വിളിക്കണമെന്ന് ചെയ്യുന്നതല്ലാതെ എനിക്കിപ്പോൾ എഴുത്തിലാണ്. എഴുത്ത്, തിരക്കഥ, പിന്നെ അവിടെ നമുക്ക് ബിസിനസ്സും ഫാമിലി എല്ലാം അവിടെ അല്ലേ. ഞാൻ ആക്ച്വലി ബേസിക്കലി എഞ്ചിനീയറാണ്, ആർക്കിടെക്റ്റാണ്. പക്ഷേ അത് 2000 വെച്ച് അതൊക്കെ നിർത്തി. മെനി ഡ്രീംസ് അല്ലേ. അടുത്ത ഡ്രീം എഴുത്ത്, സിനിമ. ഒരു ലൈഫേ ഉള്ളൂ. ഡോണ്ട് ഡൈ അറ്റ് എഞ്ചിനീയർ, ആർക്കിടെക്ട്, ഡോക്ടർ. ഫാമിലിയെ കുറിച്ച് ഒന്ന് പറയാമോ? എൻ്റെ വൈഫിൻ്റെ പേര് പ്രേമയോടെ സ്റ്റുഡൻറ്റ് വിസായി പോയതാണ്. പിന്നെ നേരത്തെ പോയതാണ്. അത് കഴിഞ്ഞ് ഞാനിവിടെ PWD എഞ്ചിനീയറായിരുന്നു. അങ്ങനെ പ്രേമ പോയി. പ്രേമയ്ക്ക് വിസായിട്ട് ഞാൻ പോയി. പിള്ളേർ നദി, സന്ധ്യ, കായൽ. നദി ഒരു നർത്തകിയാണ്, PhD ഒക്കെ എടുത്ത. പക്ഷേ നൃത്തത്തിലാണ് അറിയപ്പെടുന്ന ഒരു നർത്തകിയാണ്. സന്ധ്യ ഡിലോഴ്സ് വർക്ക് ചെയ്യുന്നു. മോനെ കായലല്ലേത്. 3 പേരും വർക്ക് ചെയ്യുന്നു. ഒരാൾ കല്യാണം കഴിച്ചു. അല്ല, ഇത് കേൾക്കുമ്പോൾ എല്ലാരും പറയുന്നത് അന്നേ ഉള്ളിന്റെ ഉള്ളിലൊരു സംഭവം. ഞാനന്ന് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട നദി, സന്ധ്യ, കായലിനെ കിട്ടുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിലൊരു ഫയർ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ തോന്നിയതേ. കാരണം ആരും ഇടാത്ത പേരുകളല്ല. ഇപ്പൊ ഉള്ളവർക്ക് അന്ന് നദിയൊന്നും ആർക്കില്ല. ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നദിയുണ്ട്, സന്ധ്യ വിന്യാസമൊക്കെ ഉണ്ടായിരുന്നു. കായൽ ഇളയ മോൻ്റെ.
എല്ലാം ഉണ്ട്, നദിയും സന്ധ്യയും കായലും ഉണ്ട് വീട്ടിൽ. അപ്പൊ ഇത്രയും സമയം എനിക്ക് വേണ്ടി തന്നതിന്, ഞങ്ങളുടെ ചാനലിന് വേണ്ടി തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു താങ്ക് യു. സോ മച്ച്.